ഇന്ത്യക്കെതിരെ വീണ്ടും താരിഫ് ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കലിപ്പ് തീരണില്ലല്ലേ? റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ നടപടി ഉണ്ടാകുമെന്ന് ആണ് മുന്നറിയിപ്പ്. താൻ സന്തോഷവാനല്ലെന്ന് മോദിക്കറിയാമെന്നും ട്രംപ്. ഫൈസൽ ഹംസ ചേരുന്നുണ്ട്. ഫൈസൽ ഹംസ, വെനിസുലയ്ക്കെതിരെ, മെക്സിക്കോയ്ക്കെതിരെ, കൊളംബിയയ്ക്കെതിരെയൊക്കെ തിരിയുന്ന ട്രംപ് വീണ്ടും ഇന്ത്യക്കെതിരെ നോക്കിയിട്ട് ഇല്ലാത്ത മീശ പിരിക്കുകയാണോ? ഡോക്ടർ അരുൺകുമാർ, ഓയിൽ തന്നെയാണ് ട്രംപിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്ന് തോന്നുന്നു. വെനസ്വലയ്ക്കെതിരായ അല്ലെങ്കിൽ മദുറോയെ പിടിച്ചുകൊണ്ടുപോകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമുക്കെല്ലാം അറിയാം, അത് മയക്കുമരുന്ന് എന്നൊക്കെ ട്രംപ് പറയുന്നുണ്ടെങ്കിലും അത് ഓയിലാണ്. ഇപ്പോൾ ഇന്ത്യക്കെതിരെയും ഭീഷണി ഉയർത്തുന്ന അല്ലെങ്കിൽ വീണ്ടും താരിഫ് ഭീഷണി ഉയർത്തുന്നതിനുള്ള ഒരു കാരണം അതും ഓയിൽ തന്നെയാണ്. അതായത് അമേരിക്കയിൽ നിന്നും കൂടുതൽ ഓയിൽ വാങ്ങുന്നതിന് പകരം ഇന്ത്യ ഈ ഉപരോധത്തെ തുടർന്ന് റഷ്യൻ ഓയിലിൻ്റെ വില കുറഞ്ഞിരുന്നു. ആ ഓയിൽ ഇന്ത്യ വ്യാപകമായി വാങ്ങിയിരുന്നു. ഒരു പക്ഷേ റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഓയിൽ വാങ്ങിയിരുന്ന രാജ്യം ഇന്ത്യ ആയിരുന്നു. അതുമൂലം ഇന്ത്യക്ക് നേരത്തെ തന്നെ 50% ടാരിഫ് ട്രംപ് ചുമത്തിയിട്ടുണ്ട്. ഓഗസ്റ്റ് മുതൽ ഇത് പ്രാബല്യത്തിലുമുണ്ട്. ഇന്ത്യ US ട്രേഡ് ചർച്ചകൾ, വ്യാപാര ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു വരികയുമാണ്. അതിൽ ചില ഭിന്നതകളുണ്ട്. ഇന്ത്യയിലുമായും അമേരിക്കയിലുമായും ഒക്കെ നിരന്തരമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഏതാണ്ട് മാർച്ചോടുകൂടി അതിലൊരു തീരുമാനമാകുമെന്നൊക്കെ ആയിരുന്നു സർക്കാർ അധികൃതർ അറിയിച്ചിരുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ചർച്ചകളെല്ലാം നടക്കുന്നതിനിടെയാണ് വീണ്ടും ഒരു അനുചിതമായ പ്രസ്താവന ഇന്ത്യക്കെതിരെ ട്രംപ് നടത്തുന്നത്. താൻ സന്തോഷവാനല്ല എന്ന് മോദിക്കറിയാം എന്നാണ് ഇപ്പോൾ എന്തായാലും ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യക്ക് തന്നെ സന്തോഷവാനാക്കണം എന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പൂർണ്ണമായി നിർത്തിയാലേ താൻ സന്തോഷവാനാകൂ എന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ട്രംപിൻ്റെ ഈ ഒരു ഭീഷണിക്ക് വഴങ്ങി എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വ്യാപകമായി കുറച്ചിട്ടുണ്ട്. ഏതാണ്ട് 50% ഇക്കാര്യത്തിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ട്രംപിനെ സന്തോഷവാനാക്കുന്നില്ല. നിരന്തരം ലോകരാജ്യങ്ങൾക്കെതിരെ ഭീഷണി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഡോക്ടർ അരുൺകുമാർ. ഓക്കെ, ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയോട് പറയുന്നു അത്രേ, ഞാൻ അസംതൃപ്തനാണെന്ന് താങ്കൾക്കറിയാമല്ലോ, അതിന് ഞങ്ങൾ എന്ത് വേണം എന്ന് മോദി ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ചോദിക്കുമെന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ എങ്കിലും നമ്മൾ പൂർണ്ണമായിട്ടും കീഴടങ്ങിയിട്ടില്ല. ചില കീഴടങ്ങലിൻ്റെ സൂചനയൊക്കെ ചില കമ്പനികൾ, എണ്ണ കമ്പനികൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതൊക്കെ കുറച്ചു. അതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതുമാണ്. പക്ഷേ കലിപ്പങ്ങോട്ട് തീരുന്നില്ല എന്നുള്ളതാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുമെന്ന മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഈ ചങ്ങാതി ഒന്നും പിടിച്ചു കെട്ടാൻ ആരും ഇല്ലേ എന്നുള്ളതാണ്. എന്താ പറയുക.